എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ എനിക്ക് സ്നേഹിക്കണം. കൊതു തീരുവോളം സ്നേഹിക്കണം. ശ്യാമ മാഡം കൂടെ കൂടെ വിളിച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതെന്തായിരിക്കും? ആ, ശ്യാമ മാഡത്തിന്റെ അതേ ശബ്ദമുള്ള ആളായിട്ടല്ലേ താനും അറിയപ്പെടുന്നത്. ഒന്ന് സഹായിക്കണം തോന്നി കാണും. ഫിദ മാഡം ശ്യാമ മാഡത്തിനെ നിർബന്ധിച്ച് വിളിപ്പിച്ചതായിരിക്കും. അല്ലടോ, ആരും പറഞ്ഞില്ലെങ്കിലും ശ്യാമ മാഡം വിളിക്കും. അതെന്താന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ പിന്നീട് തനിക്ക് മനസ്സിലാവും. കരയല്ലേ? എന്റെ അമ്മയെ കണ്ടുവരും. എന്നെ എല്ലാവരും മോളെന്ന് വിളിച്ചു. പക്ഷെ ഞാനത് നിഷേധിച്ചു. എനിക്ക് കാണേണ്ട അതേ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത്രയും കാലം എന്നെ പറ്റിച്ചല്ല. പിതാ മരത്തിന്റെ വേഷത്തില് എന്നെ തൊട്ടടുത്ത് നിന്നിരുന്നത് എന്റെ അമ്മയാ. എന്തിനായിരുന്നു അത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? രാധിക, താൻ അമ്മയെ നിശ്ചയിച്ചപ്പോ അമ്മ എന്തു പറഞ്ഞു? ഞാൻ നോക്കിയില്ല. ഞാൻ അമ്മയുടെ മുന്നിൽ ഓടിപ്പോയി. പക്ഷെ ഇവിടെ വന്നെന്ന് ആലോചിച്ചപ്പോ അമ്മ പറഞ്ഞ കഥകളൊക്കെ കേട്ടവളല്ലേ ഞാൻ. ആ അവസ്ഥയിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം കണ്ടെത്തിയപ്പോ കൊല്ലാതിക്കൊല്ല എല്ലാരും. എന്നെ രക്ഷിക്കാനല്ല അമ്മ മുഖം മൂടി അണിഞ്ഞത്. എനിക്ക് വേണ്ടിയായിരുന്നില്ല എല്ലാം. ഇപ്പൊ അഭിമാനത്തോടെ ഞാൻ എന്റെ നെഞ്ചിൽ കൈവച്ച് പറയാ, ഞാൻ അനാഥയല്ല. ഞാനിനി അനാഥയല്ല വരുൺ. എന്റെ അമ്മയെ തേടി കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ കൂടെ നിന്നത് വരുണ. വരുൺ വാ. എങ്ങോട്ട്?
എന്റെ കൃഷ്ണ, എത്ര തവണ കരഞ്ഞോണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരിക്കലെങ്കിലും എന്റെ അമ്മയൊന്ന് കാണിച്ചു തരണേത്. ഒടുവിൽ എന്റെ മുന്നിൽ അങ്ങ് കൊണ്ടുവന്നത് എത്തിയല്ലോ. ഞാൻ ലോകം ആരാധിക്കുന്ന ശ്യാമയുടെ മകളാ. ദൈവങ്ങളുടെ പേരിനൊപ്പം ഞാൻ ചേർത്ത് വെച്ചിരുന്ന ആ പേര് ഇനി എനിക്ക് സ്വന്തം. ഞാൻ എങ്ങനെയൊക്കെ ഭഗവാനോട് നന്ദി പറയേണ്ടത്? ഇനി ഞാൻ എന്റെ അമ്മയെ വേദനിപ്പിക്കില്ല, ഒരിക്കലും വേദനിപ്പിക്കില്ല. എനിക്ക് എന്റെ അമ്മ വേണം. ഞാൻ പറഞ്ഞ സത്യവരൻ, എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ എനിക്ക് സ്നേഹിക്കണം, കൊതി തീരുവോളം സ്നേഹിക്കണം. ശ്യാമേ, ദേ ഉറക്കൊഴിച്ച് ഇങ്ങനെ ഇരിക്കണ്ട, വന്ന് വല്ലതും കഴിക്ക്, എന്നിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങ്. വേണ്ട അടുത്തേ, ഇവിടെ ആകുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് അഖിൽ സാറിനോട് എന്തെങ്കിലുമൊക്കെ പറയാം. മുറിയിലാവുമ്പോൾ ലൈറ്റ് ഓടി അണച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വല്ലാതായി പോവും. മനസ്സിൽ വല്ലാത്തൊരു ഭയം നിറയും. അത് വേണ്ട. മരുന്ന് കഴിക്കേണ്ടതാണ്, ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ. ഇന്ന് ഭക്ഷണവും വേണ്ട, മരുന്നും വേണ്ട. അല്ലാതെ നിലനിൽക്കുമെങ്കിൽ നാളേക്ക് ബാക്കിയാവട്ടെ. അവളിപ്പോ എന്ത് ചെയ്യായിരിക്കും? അമ്മയെ തള്ളി പറയാനുള്ള കാരണങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലേ അടുത്തി? ശ്യാമ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോളൂ. ദേ, പക്ഷെ ഇങ്ങനെയുള്ള ചിന്തകളും മനസ്സിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം. രാത്രി ഇനി എന്തെങ്കിലും തളർന്നു വീഴുമെന്ന് പേടി അല്ലേ? ഇനി ഒരു വീഴ്ചയുണ്ടാവുള്ളൂ, അവസാനത്തെ വീഴ്ച. എടുത്തി പോയി കിടന്നോ. ചെല്ല, എടുത്തി പോയി കിടന്നോളൂ. അരുതാത്തൊന്നും ഞാൻ ചിന്തിക്കില്ല, ചെയ്യേയില്ല. പൊയ്ക്കോളൂ.